ടി ടി ഫാമിലിയിലെ ഷെഫിയും ഷെമിയും നമുക്കറിയാം. ഫാമിലി വ്ളോഗേഴ്സിന്റെ ഗണത്തിൽ അല്ലെങ്കിൽ പ്രസവ വ്ളോഗേഴ്സിന്റെ കാറ്റഗറിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്ളോഗുകളിൽ ഒന്നാണ് ഇവരുടെ വ്ളോഗ്. എന്നാൽ ഇപ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവരെ പറ്റി ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ആ അവസരത്തിലാണ് മറ്റു വീഡിയോസിലേക്ക് പോയത്. അതായത് ഷെഫി തന്നെ വന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് മറ്റൊന്നുമല്ല, ഷെഫിയെയും കൊണ്ട് ഒഫീഷ്യലി ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഡിവോഴ്സ് പേപ്പറിൽ പോലും ഒപ്പിടിച്ചിരിക്കുന്നു. ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് ഷെഫി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ തന്റെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരം ഒരു ദയനീയ അവസ്ഥ ആർക്കും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചില യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തു. അതായത് ഇവരുടെ ഡൈവോഴ്സ് കഴിഞ്ഞു, ഒഫീഷ്യലി പേപ്പറിൽ ഒപ്പിട്ടു, ഡൈവോഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള വീഡിയോ ചെയ്തതാണ് ഇദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചത്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് നടന്നത്? ടി ടി ഫാമിലിയിലെ ഷെഫിക്ക് പറയാനുള്ളത് കേട്ടിട്ട് എന്താണ് ആക്ച്വലി ഇവിടെ നടന്നതെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. അതിനുമുമ്പ് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ദയവായി ശ്രദ്ധിക്കുക. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല മഴയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ജിമേ, നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഡിവേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാനില്ല. നമ്മൾ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ്ണാണെന്ന് പല വീഡിയോയിലും നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഇപ്പോഴും നമ്മളെ കൂടെയുള്ള നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയാം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും പറഞ്ഞേക്കണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളും തമാശകൾ മാത്രമാണ്, കാര്യങ്ങളൊന്നും അതിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കണേ. ഇപ്പം അത് പല കാര്യങ്ങളും വെറുതെ ആവശ്യമില്ലാണ്ട് എടുത്ത് പൊക്കിട്ടിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തമ്മനയിൽ കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വില ആരാ? വളരെ വൈകാരികമായാണ് ഷെബി പ്രതികരിക്കുന്നത്. തമാശയുടെയും ഫണ്ടിന്റെയും കാര്യത്തിൽ ഈ ഒരു പഹയൻ മുമ്പും വലിയൊരു കേമനായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഈ ഒരു കല്യാണത്തിന് ഓൻ ഒരുമ്പിട്ടിറങ്ങിയത്. ഇത്രയും പ്രായമുള്ള തന്നേക്കാൾ മൂത്ത ഒരു പഹയത്തെ കല്യാണം കഴിക്കണമെങ്കിൽ ഓനൊരു തമാശക്കാരൻ തന്നെ ആയിരിക്കണം, അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. എനിവേ, ചോദിക്കുന്ന ചോദ്യം വാലിഡാണ്. അതിന് അവരാരാണ്? തങ്ങളെ ഡൈവോഴ്സ് ചെയ്യാൻ ഈ ഹിമാറുകൾ ആരാണെന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്ന അതിൽ വ്ലോഗ്, അതുപോലെ വേറെ 1-2 പേര് അതിൽ വ്ലോഗ് അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഓനാണ് ഈ 3 മാസം കൊണ്ട് ഇവരെ ഡൈവോഴ്സ് ആക്കിക്കുമെന്നുള്ള രീതിയിൽ സംസാരിച്ചത്. ഇനി ഇവരുടെ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ഡൈവോഴ്സ് ആണെന്നും പറഞ്ഞ് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഈ ഹിമാറുകൾ, ഈ പഹയന്മാർ ഇങ്ങനെ ചെയ്യുന്നെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. എന്നോട് 1-2 ചോദ്യങ്ങളാണ്. ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിഷമം വല്ലതും ഉണ്ടാവലുണ്ടോ? ഇല്ല, നമ്മള് അങ്ങനെ ഫണ്ണായിട്ട് അങ്ങ് ചിരിച്ചു പോകും. അതല്ലേ നമ്മൾ ചെയ്യല്, അങ്ങോട്ടും പറയലുണ്ടല്ലോ. അതെ, അപ്പൊ അതൊക്കെ ഞങ്ങളൊരു ഫണ്ണം, അപ്പൊ ഞങ്ങളതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആണ് ഇട്ടുന്നത്. അപ്പം അതിൽ കയറി അഭിപ്രായം പറയേണ്ട ആ കാര്യങ്ങൾക്കില്ല. ഇവിടെ ഞാൻ നല്ലോണം നോക്കുന്നുണ്ട്, അതാണ് എന്റെ വിശ്വാസം. ആണോ ക്ഷമയെ? എന്താ പറയ്, ആണോ അല്ലേ? എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തലുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. പിന്നെ ഒരു ഷെമിത്താത്തയുടെ ആ ഒരു കൊഞ്ചലും കുറുകലും കാണുമ്പോൾ തന്നെ ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു യുവതി വേറെ ഇല്ലെന്ന് തന്നെ അറിയാം. ഈ ഒരു താത്തയുടെ വയസ്സ് ഏതാണ്ട് 10-50 വയസ്സെന്ന് പറയുന്നത്. ഈ ഒരു പഹയന്റെ വയസ്സെന്ന് പറയുന്നത് 10-27 വയസ്സുള്ളൊരു പഹയനാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ലക്കി ആരാണ്? ഈ യൂട്യൂബേഴ്സ് പറഞ്ഞു എന്ന് പറയുന്നത് ഈ ഷെമി എന്ന് പറയുന്ന താത്ത അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സഹിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. ഏറ്റവും അധികം എൻജോയ് ചെയ്യുകയും ഏറ്റവും അധികം ലക്കി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു താത്തയാണ്. ഇതുപോലെ മറ്റെത്ര താത്തമാരുണ്ട്? 55-ാമത്തെ വയസ്സിൽ 27-കാരനായ ഒരു പഹയനെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ച എത്ര താത്തമാരുണ്ട്? അതുകൊണ്ട് തന്നെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു പഹയത്തെയാണ് ഈ ഒരു ഷെമിത്താത്ത എന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു ബുദ്ധിമുട്ടും, അവർക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്, ഒരു ബുദ്ധിമുട്ടും സഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് ആ ഷെമിത്താത്തയുടെ ആ ഒരു നാണം കുടുങ്ങിയുള്ള ഒരു മറുപടി. എനിക്കിവിടെ പരമസുഖമാണ്, എല്ലാം കൊണ്ട് ഓക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ A-to Z കാര്യങ്ങൾ ഈ ഒരു പഹയനായ ചെറുപ്പക്കാരൻ നൽകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
ഒക്കെ നമ്മള് ഇന്റെ കാര്യങ്ങൾ അതൊന്നും അല്ലല്ലോ ഇതില് കാര്യം. ഡിവോഴ്സ് ആയി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് എന്നൊക്കെ പറയുമ്പോ നമ്മളെ ഫാമിലിന്ന് എത്ര ആൾക്കാരാണ് കോൾ ചെയ്യാൻ എന്തോ പ്രശ്നമുണ്ടോ എന്താണ് കേൾക്കണത് അങ്ങനെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞങ്ങ് പോയാൽ മതി. ഒരു വീഡിയോ ഇട്ടിങ് അതിന്റെ അത്യാവശ്യം റീച്ചും കിട്ടും, അതിൽ നിന്ന് കുറച്ച് പൈസയും കിട്ടും, അതും കണ്ട് ഞാൻ അങ്ങ് പോയാൽ മതി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടതും ഇതിന് ഉത്തരം പറയേണ്ടതും ഞങ്ങളാ. തുടങ്ങി വെച്ചവർക്ക് അങ്ങ് തുടങ്ങി വെച്ചങ്ങ് പോയാൽ മതി. എന്നാൽ രാത്രിയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഓരോ വീഡിയോസ് ഇട്ട്. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസുകളൊന്നും കാണാൻ നിൽക്കല്ലോ. ഒന്നാമത് റിയാക്ഷൻ വീഡിയോസ് പോലും ആരെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കാണലില്ല. അപ്പൊ നമ്മളിത് എങ്ങനെ ആൾക്കാർ ഇട്ട് ഇനി കാണണം നിർബന്ധിച്ച് ഞാൻ കാണിപ്പിക്കുക. ഇത് കണ്ടിട്ട് ഇനി അഭിപ്രായം വിളിച്ച് വിളിക്ക്, എന്നിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ അതിലൊക്കെ പോയിക്കോളാം. നമ്മുടെ കുടുംബത്തിലും ഇതിനൊക്കെ താനുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. അപ്പൊ ഇവര് വെറുതെ അതിലേക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിക്കരുത് എന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥ തന്നെ. കുടുംബക്കാരെല്ലാവരും ഒന്നടങ്കം വിളിച്ച് ചോദിക്കുകയാണ് ഡൈവേഴ്സ് ആയെന്ന്. അത് വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ അവിടെ എനിക്കൊരു സംശയം, ഈ പറഞ്ഞ ഷമീത്തയ്ക്ക് പേറ്റിന് വിളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ആള് വരുന്നെന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ല എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഒരു മനുഷ്യൻ പോലും വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഷമീത്തയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ ഷെഫിയുടെ വീട്ടിലോ ഈ ഒരു ബന്ധത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇവരെ വിളിക്കുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഷമീത്തയുടെ വീട്ടിൽ എന്തായാലും കാണത്തില്ല. അവരുടെ കുട്ടികൾ തന്നെ ഈ ഷെബിയുടെ പ്രായത്തിലായി, ഒന്ന് +2 പഠിക്കുന്നു, ഒന്ന് മറ്റ് ജോലി ചെയ്ത് കല്യാണം കഴിച്ച് പോയെന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയത്തില്ല. ഓലെ വീടിനടുത്തുള്ള ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയുക. എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത്? സിദ്ദീഖ് മറ്റേ ദൃശ്യത്തിൽ ചോദിക്കുന്ന കണക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷെബി എന്ന് പറയുന്ന ഈ ഒരു പഹേന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ചെന്ന് പറയുന്നത് ഒട്ടുമേ വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, അതായത് ഇവരെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തായിരുന്നിരിക്കാം അവസ്ഥ. ചില സിനിമകളിലൊക്കെ വെള്ളിമൂങ്ങയിലൊക്കെ കാണുന്ന കണക്ക് ഈ ഷെബി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ പൊടുന്നനെ ഈ ഒരു യുവതിയല്ല ഈ ഒരു താത്തച്ചിയെ കല്യാണം കഴിക്കുന്നു. 55-കാരിയെ കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന്, ഉമ്മച്ചി ഞാൻ കല്യാണം കഴിച്ച്, ഇതാണ് എന്റെ വീടരെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഷെബിയുടെ ഉമ്മ പെട്ടെന്ന് ഇറങ്ങിയെന്ന് കണ്ടപ്പോഴത്തേന്, ഈ ഷമീത്തേനെ കണ്ടപ്പോഴത്തേന് അവർ അന്തം വിട്ടിട്ട്, ജന്റെ കൂടെ പഠിച്ചല്ലേ ഈ കള്ള നമുക്ക് ഇമാറ ഇറങ്ങുന്ന നായിന്റെ മോളെ വെളിയിൽ നിന്ന് പറഞ്ഞു കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു സാധ്യത ഇല്ലാതില്ല. കാരണം ഈ ഷെഫിയുടെ ഉമ്മയും ഷെമി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെയും പ്രായമൊക്കെ ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഓലെ വീടിനടുത്തുള്ള ആരെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യുക. കാര്യം നമുക്കുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് പറയുകയാണ്, ഇപ്പൊ ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ ഞങ്ങളെ കുടുംബക്കാരും ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് അറിയാൻ നോക്കാൻ ഇവിടെ നോക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടോ ഷെമി പറയൂല്ലോ. ഷെമി ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ തന്നെ ഫാമിലി പോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഡിവേഴ്സിലേക്കൊന്നും എത്തിയില്ല. എത്ര നല്ലോണം ജീവിക്കുന്നവരും ഡിവേഴ്സ് ആവും. ഇനിയിപ്പോ ഞങ്ങൾ തന്നെ എന്താണെന്ന് നമുക്കറിയാം. ചില ആൾക്കാർ പെട്ടെന്ന് 3 മാസമൊക്കെ അതൊക്കെ കേൾക്കുമ്പോ സത്യം പറയുകയാണെങ്കിലും അവന്റെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ട്. പിന്നെ വെറുതെ ദൈമം തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ലെവലിൽ അങ്ങനെ പോട്ടെ നോക്കുന്നത്. ഇവനാരെ നമ്മളെ 3 മാസം ഡേറ്റ് അവൻ പഠിച്ചോനാ അല്ലേ? ഇവനാണ് അപ്പൊ നമ്മളെ പഠിച്ചു വിട്ടത്. അപ്പം അത് ആക്ക് ഈ 3 മാസം ഡേറ്റ് കൊടുത്തെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ അതിലുള്ളോ കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓനെ ഒരു പരിധി വരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം 10-30 വയസ്സായിട്ട് ഓനും ഇതേപോലെ കല്യാണം ആലോചിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഓനിക്ക് കല്യാണം ഒന്നും നടക്കുന്നില്ല. അപ്പൊ നോക്കുമ്പോഴത്തേന് ഈ പ്രായത്തിലുള്ള ഒരു താത്തച്ചിയും ഒരു പഹയനായ ചെറുപ്പക്കാരനും ഈ രീതിയിൽ കുന്തളിച്ച് നടക്കുമ്പോൾ കല്യാണം നടക്കാതിരിക്കുന്ന ഏത് പഹയന്മാർക്കും ഒരു ചൊറുക്കുണ്ടാവും. അത് തന്നെയാണ് ഇത്തരം ആളുകൾ ഇവരെ ഡൈവേഴ്സ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇവരെ ഡൈവേഴ്സ് ആക്കാനേ പാടില്ല. ഇവരുടെ ഈ കണ്ടന്റ് ഉണ്ടെങ്കിൽ പക്ഷേ വീണ്ടും ഒരു പ്രസവം വരാനുള്ള ചാൻസ് ഉണ്ടോന്ന് അറിയില്ല. അതിനൊരു പാങ്ങിനി ക്ഷമിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അത് ചെയ്യാനും പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. എനിവേ എങ്ങനെയാണെങ്കിലും ഈ രീതിയിൽ ഇവർ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറഞ്ഞ ആളുകൾക്ക് അതിലൂടെ കണ്ടന്റ് കിട്ടാനും ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഒരു രീതിയിലും ഇവരെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതാർക്കും നന്നല്ല, ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഒരു ഡൈവോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പഹയനായ ഈ ഷെഫി എന്ന് പറയുന്ന പയ്യന് വേറെ കല്യാണം കഴിച്ചു പോവാം. ഷെമിത്താത്തയുടെ അവസ്ഥ എന്താണ്? അവരെന്തുമാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാവും, പരിഹസിക്കപ്പെടും എന്ന് ആലോചിച്ച് നോക്കുക. ഈ ഷെഫി എന്ന് പറയുന്ന പഹയൻ ഒരു സുപ്രഭാതത്തിൽ ഈ താത്തയെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ആദ്യ ഭർത്താവിന്റെയും ഷെമിത്താത്തയുടെ ആ 2 പെൺമക്കളുടെയും അവരുടെ ചെറുമക്കളുടെയും മുന്നിൽ ഈ ഷെമിത്താത്തയുടെ അവസ്ഥ എന്താ? ഉറപ്പായും വലിയൊരു നാണക്കേടിലേക്ക് അവര് തള്ളിയിടും. അതുകൊണ്ട് തന്നെ മറ്റൊരു കല്യാണത്തിന് അവർ പ്രേരിതയാവും. അതായത് താൻ ഒട്ടും പരാജയപ്പെട്ടിട്ടില്ല, തനിക്ക് വിജയിച്ച് കാണിക്കണമെന്നൊരു ത്വരയുണ്ടായതിനു ശേഷം മറ്റൊരു കല്യാണത്തിന്, ഒരുപക്ഷെ ഇതിലും ചെറിയൊരു പഹയനെ കെട്ടാൻ അവര് പ്രേരിതയാവും.
അത് സംഭവിച്ചുകൂടാകില്ല. കാരണം അത്തരം പകയന്മാർ ധാരാളം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ചില പകയന്മാർക്ക് എങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടാൻ വലിയ ഈസിയായി കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് ചില പകയന്മാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ചില പകയന്മാർ വന്നേക്കാം. ആ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ക്ഷമിക്കാത്ത മറ്റൊരു കല്യാണം കഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത്തരമൊരു ഹലാക്കിലെ അവസ്ഥ കാണാൻ എന്തായാലും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഇവരെ ഡൈവോഴ്സ് ചെയ്യാൻ അനുവദിപ്പിക്കരുത്, അതിന് പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അയ്യോ എങ്ങനെ അറിയോ, പിന്നെ ഷെമിക്ക് ഷെഫിനെ പറ്റാത്തത് കൊണ്ട് ഓന് പിന്നെ എന്താ ത്രെഡും ഫേഷ്യലും ഒക്കെ ചെയ്തോളൊന്ന് നന്നാക്കാൻ വേണ്ടി വിചാരിച്ചു വന്നതാണ്. അതല്ല ഓന് തീരെ പറ്റില്ലോടാ. ഓനോ ഒഴിവാക്കാൻ ഇത് മിക്കവാറും നിയമപരമായിട്ട് പോകുന്നൊക്കെ പറയുന്നത്. എന്ത് ഇവിടെ ഇപ്പൊ നമ്മൾ വന്ന ആർക്ക് വേണ്ടിട്ടാ, ആരിഷ്ടത്തിനാ വന്നത്? ഇതുവരെ എനിക്ക് പാർലറിൽ പോകാൻ അങ്ങനെ എന്തെങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിന് പറഞ്ഞേക്കണോ? എന്നോട് ത്രെഡ് ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിനാണെന്ന് പറഞ്ഞോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കണോ? പറഞ്ഞു കൊടുക്കോളൂടെ? അല്ല ശരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ത്രെഡ് പോലും ചെയ്യാൻ എന്റെ ഇഷ്ടമാണ്, വൃത്തിയൊക്കെ വേണം. പക്ഷെ എങ്കിൽ വിചാരിച്ചു ഞാൻ ഇങ്ങനെ നിർബന്ധിക്കുന്നില്ല. പിന്നെ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. അതാണ് അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുന്ന് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊന്ന് കണ്ടിട്ട് ആർക്കാണ് മോശം പറയാൻ തോന്നുന്നത്? ഇത്രയും അധികം സൂഹിക്കുന്ന ഒരു പഹയത്തി ആരാണ് നമ്മുടെ കേരളത്തിലുള്ളത്? 27 വയസ്സുകാരനായ ഒരു പഹയനെ 55-ാമത്തെ വയസ്സിൽ കെട്ടിയതിനു ശേഷം ഈ രീതിയിൽ പൊന്നെ പോലെ നോക്കുന്ന ഒരു പഹയനെ കിട്ടിയത് ഏറ്റവും പുണ്യമല്ലേ? ഈ രീതിയിൽ സുഖിക്കുന്ന ഒരു താത്തേനെ വെച്ചിട്ടാണോ അവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അവര് ഡൈവോഴ്സിന് ഒരുങ്ങുന്നു എന്നൊക്കെ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല ഒരു തരത്തിലും ജന്മത്ത് ഈ ക്ഷമിക്കാത്ത എന്തോലും മുൻകൈ എടുത്ത് ഈ ഒരു ബന്ധം വേർപെടുത്താൻ ശ്രമിക്കത്തില്ല. അതാണ് ഇനി ഈ ഷെബി എന്ന് പറയുന്ന പഹയൻ ബന്ധം വേർപെടുത്തി വേറെ കല്യാണം കഴിക്കാൻ പോയാൽ പോലും ക്ഷമിക്കാത്ത അതിനുള്ള ഐഡിയ ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇമ്മിന് വലിയ സുന്നത്തങ്ങ് നടത്തി ഓന്റെ ചില സാധന സാമഗ്രികൾ പകുതിയും കട്ട് ചെയ്ത് കളയും. അതിൽ പിന്നെ ഓൻ മറ്റൊരു കല്യാണം വേണമെന്നുള്ള രീതിയിൽ ഒരു കുന്തെളുപ്പ് നടത്തത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു ഡൈവോഴ്സിന് ഈ ക്ഷമിക്കാത്ത ഒരുങ്ങത്തില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഇനി ആരും ഈ പറഞ്ഞ ക്ഷമിക്കാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഡൈവോഴ്സിന് ഒരുങ്ങുന്നു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കരുത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം സുഖം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു 55 വയസ്സുള്ള മറ്റൊരു സ്ത്രീ ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു ഡൈവോഴ്സിന്റെ ആവശ്യമില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.